ഈ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഒന്നാണോ? ഒന്നാണോ എന്ന് ചോദിച്ചാ ഒന്നാണ്. എല്ലാം ഒരേ നിൽപ്പല്ലേ, ഒരടി നടക്കാൻ പറ്റില്ലല്ലോ. സ്വഭാവം ഒന്നാണോ എന്നാണ് എൻ്റെ സംശയം. സ്വഭാവം എങ്ങനെ ഒന്നാകും? ഓരോന്നും ഓരോ സൃഷ്ടിയല്ലേ. അപ്പോൾ സൃഷ്ടികൾ വ്യത്യസ്തമാണല്ലേ? ചുറ്റുപാടും നോക്കൂ, എന്തെല്ലാം സൃഷ്ടികൾ. പറക്കുന്നവ, നടക്കുന്നവ, എഴയുന്നവ. ഇതെല്ലാം സൃഷ്ടിക്കുന്ന ശക്തി ഒന്നാണോ അമ്മാവ? ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, പക്ഷേ സൃഷ്ടികൾ വ്യത്യസ്തം. സൃഷ്ടാവ് ഒന്ന് തന്നെ. സൃഷ്ടികളെല്ലാം തങ്ങളുടെ സൃഷ്ടാവിനെ അറിയുന്നുണ്ടോ അമ്മാവ? മനുഷ്യർ പോലും അറിയുന്നുണ്ടോ എന്ന് സംശയം. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ഊഹിക്കാമല്ലോ. മാവും പ്ലാവും പുളിയും അടുത്തടുത്ത് നിന്നിട്ടും അവ കാഴ്ചയിലും രുചിയിലും വ്യത്യസ്തമാണല്ലോ. അതാണല്ലോ സൃഷ്ടിയുടെ രഹസ്യം, പ്രകൃതിയുടെ അതിശയം. സൃഷ്ടിയുടെ രഹസ്യം അറിയാൻ എന്താണ് വഴി അമ്മാവ? അതെല്ലാം വഴിയേ അറിയാം. അറിവിൻ്റെ വഴിയെ പോകുമ്പോൾ എല്ലാം തെളിയും. അറിവിന്റെ വഴി അകലെയാണോ അമ്മാവ? അല്ല, തൊട്ടരികിലാണ്. അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ വഴിയിലേക്ക് ആരും വിളിക്കുന്നില്ലല്ലോ. അതിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. കുടിപ്പള്ളിക്കൂടത്തിൽ പോണ കുട്ടികളെ കാണാൻ വലിയ ഇഷ്ടമാണ്. അവരോടൊപ്പം പോവാൻ അനുവാദം ചോദിക്കും. അച്ഛനും അമ്മയും സമ്മതിക്കില്ല. നാണുവിൻ്റെ സമയം വരുന്നതല്ലേ ഉള്ളൂ, അല്പം കൂടി ക്ഷമിച്ചാൽ മതി. കുടിപ്പള്ളിക്കൂടത്തിൽ പോണ കുട്ടികളെ കയ്യിലെ എഴുത്തോലയിൽ വിരലൊടിക്കും. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവരെന്ത് പറയും? എഴുത്തിനിരുത്തിയിട്ടില്ലാത്തവരോട് പറയാൻ പാടില്ലാന്ന്. അത് സാരമില്ല, നാണുവിനെല്ലാം പഠിക്കാം. ആശാൻ കളരിയിൽ അച്ഛൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്ത് ചോദ്യമാണ്? ഞാനും കൂടി അവർക്കൊപ്പം ഇരുന്നോട്ടേന്ന്. അച്ഛനപ്പം എന്ത് പറയും? എഴുത്തിനിരുത്തിയിട്ട് മതിയെന്ന്. അത് കേൾക്കുമ്പോ വിഷമം തോന്നും. സാരമില്ല നാണു, അച്ഛൻ പറയുന്നതാണ് ശരി. എനിക്കും എഴുതണം അമ്മാവ, എന്നിട്ട് കുടിപ്പള്ളിക്കൂടത്തിൽ പോണം. അക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും മച്ചമ്പി സംസാരിച്ചിരുന്നു. എന്തു പറഞ്ഞു അച്ഛൻ? കേക്കട്ടെ അമ്മാവ. സാധാരണയായി ഞാനും മച്ചമ്പിയും രാമൻ വൈദ്യരും ഒക്കെയാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. നാണുവിൻ്റെ കാര്യത്തിൽ അത് പോരാന്ന്. അതെന്താ അങ്ങനെ? മഹാപണ്ഡിതനും ഉന്നത നിലയിലുമുള്ള ഒരാൾ തന്നെ വേണമെന്ന് അമ്മയ്ക്കും അതാ താല്പര്യം. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് സ്നേഹം കൂടുതലുമുണ്ടാ. മച്ചമ്പി മാടനാശാൻ അങ്ങനെയാണ്, മനസ്സിലുള്ളതിൻ്റെ പാതി പോലും പുറത്ത് കാണിക്കില്ല. എനിക്കും അറിയാം അച്ഛൻ്റെ സ്വഭാവം. 8 വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട കണ്ണങ്കര ഭവനത്തിലെ മൂത്ത പിള്ളയാണ് മാടനാശാന്റെ മനസ്സിൽ. മൂത്ത പിള്ളയോ? മൂത്ത പിള്ളയായ നാരായണ പിള്ളയെ കൊണ്ട് എഴുത്ത് തുടങ്ങിക്കണം. പിള്ളയ്ക്ക് സമ്മതമാണ്. അതൊരു അപൂർവ ഭാഗ്യമല്ലേ? അമ്മാവാ, ഇതെന്തോന്ന്? പേരയ്ക്ക. നോക്കട്ടെ. ആ മരത്തിന്ന് കിട്ടിയതാ. കൊള്ളാമല്ലോ. എന്തു നല്ല സ്വാദ്, വെണ്ണക്കട്ടി പോലെയല്ലേ? പ്രകൃതിയിൽ ഇതുപോലെ എന്തെല്ലാം സ്വാദുകൾ ഉണ്ടെന്ന് അറിയാമോ? ഇത്രയും നല്ല പേരയ്ക്ക തന്നതിന് പേരമരത്തിന് നമ്മൾ എന്ത് പകരം നൽകും? അതാണ്, നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചല്ല അത് ഫലം തരുന്നത്. പ്രകൃതി അങ്ങനെയാണെന്നാണു.
അതിൻ്റെ ധർമ്മം അതാണ്. നല്ല ധർമ്മമാണല്ലേ? വൃക്ഷങ്ങൾ പൂക്കുന്നതും കായ്ക്കുന്നതും അതിനു വേണ്ടിയല്ല. പിന്നെ ആർക്കു വേണ്ടിയാണ്? ഒരു വൃക്ഷം അതിൻ്റെ ഫലം തരുമ്പോൾ അതിന് മോക്ഷം കിട്ടുന്നു. തണലായും ശ്വാസവായുവായും ഭക്ഷണം തന്നും മരങ്ങൾ നമ്മളെ പരിപാലിക്കുകയാണ്. അമ്മാവാ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത്, ജീവിക്കേണ്ടത്? നമുക്കും ആ ധർമ്മമില്ലേ? എത്ര വലിയ സത്യം! ഞാൻ പാരായണം ചെയ്ത ഒരു ഗ്രന്ഥത്തിലും ഒരു ശ്രുതിയിലും ഇങ്ങനെ ഒരർത്ഥം കണ്ടിട്ടില്ല. നിന്റെ ഈ ചെറിയ പ്രായത്തിൽ നിന്നെ കാലം കാത്തിരിക്കുകയായിരുന്നു. നാണു അല്ല, നാരായണൻ. എന്റെ നാരായണ, നീ ലോകർക്ക് വേണ്ടി ജനിച്ചവനാണ്. എത്തിയോ? കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് നല്ല മുഹൂർത്തമാണ്. സരസ്വതി ദേവി കടാക്ഷിച്ചു നിൽക്കുന്ന സമയം. അങ്ങനെയുള്ള മുഹൂർത്തമല്ലേ മൂത്തപിള്ള ഗണിച്ചെടുക്കൂ. മാടനാശൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഏറ്റത്. അത് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായി. പലരും അക്ഷരം എഴുതി കാണണമെന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. മനസ്സ് പറഞ്ഞാലേ ഞാൻ ഏൽക്കാറുള്ളൂ. മൂത്ത പിള്ള ഏറ്റവും നിറഞ്ഞപ്പോൾ പലർക്കും കുറച്ച് അസൂയയും കുശുമ്പൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. നാണുവിൻ്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോ മനസ്സങ്ങ് തെളിഞ്ഞു. ദേവിയുടെ കടാക്ഷം. നാണു വലിയ ഭക്തനാ. അത് ശരി. ആ ലക്ഷണവും വെട്ടവും ഉണ്ട് മുഖത്ത്. എനിക്കും എഴുതണമെന്ന് കുറേ നാളായി നാണു പറയാറുണ്ട്. ആ, വലിയൊരാളെ കൊണ്ട് വിദ്യാരംഭം നടത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാൻ പോകുന്നു. ആ, എങ്കിൽ വൈകണ്ട. ആദിത്യൻ ശുഭലഗ്നത്തിലാ ബുധശുക്ര സംയോഗമുള്ള മുഹൂർത്തം. ആ, വന്നേ. ഓം സത്പതിം അദ്ഭുതം പ്രിയമിത്രസ്യ കാമ്യം സന്നിമേധഃ മയാ ശിഷം. ഓം സം സരസ്വതേ നമഃ. ഓം സത്പതിം അദ്ഭുതം പ്രിയമിത്രസ്യ കാമ്യം സന്നിവേദ മയാശിഷം. ഓം സം സരസ്വതേ നമഃ. ആണോ? ഗുരുവിന്റെ മടിത്തട്ട് ബ്രഹ്മാണ്ടമാണ്. മുന്നിൽ കാണുന്ന ഈ താലം ഭൂമിയാണ്. അപ്പോ ഈ താരത്തിലെ അരിയും പൂക്കളും? ഉത്തമം, അത്യുത്തമം. അറിവിന്റെ പ്രവേശന കവാടം ജിജ്ഞാസയാണ്. അത് നാണുവിനുണ്ട്. അരി അന്നം മാത്രമല്ല, ബ്രഹ്മാവുമാണ്.
പരമാനന്ദ പ്രതീകമാണ് പൂക്കൾ. ഒരു സംശയം കൂടി. അതിനെന്താ, ചോദിച്ചോളൂ. മടിയും പേടിയും അറിവിന്റെ ശത്രുക്കളാണ്. അക്ഷരമെന്നാൽ അക്ഷരമല്ലാത്തത്, ഒരിക്കലും നശിക്കാത്തത് അക്ഷരം തന്നെയാണ് ബ്രഹ്മവും. അത് വശത്താക്കിയാൽ ഈരേഴുലകിലും വേറെ അന്നം വേണ്ട, ആയുധവും വേണ്ട. നാണു, കാലി തൊട്ട് വണങ്ങ. സത്യം പറഞ്ഞാൽ മനം നിറഞ്ഞു, ദേവിയും കനിഞ്ഞു. നാണു സാക്ഷാൽ നാരായണനായി വളരും, നേർവഴിയും വെളിച്ചവുമായി തീരും. ആ, എങ്കിൽ പിന്നെ നിങ്ങൾ തറവാട്ടിലേക്ക് ഇരുന്നോ. കുട്ടിയമ്മ ചെല്ല്, നിങ്ങളും ചെല്ല്. നാണു, കൂടെ പോ. നാണു ഒരു സാധാരണ കുട്ടിയല്ല. എഴുത്തിനിരുത്തുമ്പോൾ ഹരിശ്രീ പോലും പറയാൻ വിമുഖത കാട്ടുന്ന കുട്ടികൾ അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. നാണു ഞാൻ ചൊല്ലിയ സരസ്വതി സ്തുതി ഒരു പിഴവും കൂടാതെ ഏറ്റു ചൊല്ലി. അതൊരു ചെറിയ കാര്യമല്ല. അറിവിൻ്റെ ഒരു നിലവറ അവൻ്റെ ഉള്ളിൽ നാം കാണുന്നു. അവൻ വലിയവനാകും, അത് ഉറപ്പ്. അറിവുകൊണ്ട് അവനൊരു യുദ്ധം നയിക്കും. പിതൃക്കളെയും പരദേവതകളെയും സാക്ഷി നിർത്തി എനിക്ക് ഉറപ്പ് നൽകാനാകും. പണയ്ക്കൽ ഭഗവതി കാത്തോളണേ. നാക്ക് നീട്ടിക്ക്. അമ്മയെ കണ്ടിട്ട് ഇന്ന് അല്പം ആശ്വാസമുള്ളതുപോലെ. ഇനിയുള്ള ആശ്വാസമല്ല, സാക്ഷാൽ വൈദ്യനാഥന്റെ കയ്യില. വായു ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇനി കവശല്യവും കൂടി കീഴടങ്ങിയ രോഗശാന്തിയായി. കൃഷ്ണ, നിന്റെ മരുന്നൊക്കെ കൊള്ളാം, കൈപുണ്യം ഉണ്ട്. എങ്കിലും ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന പോലെ അല്ലേ നടക്കൂ. മണക്കൽ ദേവി മുത്തശ്ശിയെ അനുഗ്രഹിക്കും, അസുഖമെല്ലാം മാറും. എന്റെ കഥ കഴിഞ്ഞ കഥ കേൾക്കാൻ പറ്റില്ലെന്നാ കൊച്ചു നാണുവിന്റെ പേടി. മുത്തശ്ശിയുടെ കഥ കേട്ടില്ലെങ്കിൽ പിന്നെ നാണുവിന് ഊണുമില്ല ഉറക്കമില്ല. 10 പേരോടെങ്കിലും അവൻ ആ കഥ പറയും. കഥ കേൾക്കാനും അറിയാനും ഇതുപോലെ താല്പര്യമുള്ള കുട്ടികൾ വയൽവാരത്തുണ്ടായിട്ടില്ല. അതമ്മ പറയുന്നത് നേരാ. എന്ത് കണ്ടാലും കേട്ടാലും 100 സംശയം ചോദിക്കും. ബുദ്ധിയുടെ ലക്ഷണമാ. കേളു, മുഴുവൻ പൊടിയും ചേർത്ത് കഷായം ഉണ്ടാക്കൂ. രാത്രി കൊടുക്കാനുള്ളതാ. ഇതിന്റെ ഇലയില്ലേ, ഇതിന്റെ എല്ലാം നാര് കളഞ്ഞെടുക്കണം. ചെയ്തോ. ആശാനെ, ഇതിപ്പോ എല്ലാം ഒരുപാടില്ലേ? അത്രയും വേണം കേളു. എന്തായത് ചെയ്യങ്ങോട്ട്. നുള്ളി എൻ്റെ പെടാപ്പാട് വരും. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒട്ടുമിക്ക കഥകളും നാണുവിനറിയാം. എല്ലാം മുത്തശ്ശി പകർന്നതാ. നാണുവിനോട് കഥ പറയാൻ നേരം മുത്തശ്ശിയുടെ പ്രായവും കുറയും. ചിലപ്പോ തോന്നും നാണുവിന് കഥ പറഞ്ഞു കൊടുക്കാനാ ദൈവം എനിക്ക് ഇത്രയും ആയുസ് തന്നേന്ന്. എനിക്ക് ഇനിയും ഒത്തിരി കഥ കേൾക്കണം മുത്തശ്ശിയുടെ നാവിൽ നിന്ന്.
ഞാൻ പറഞ്ഞ കഥക്ക് നാണു പുതിയ അർത്ഥം കൊടുക്കണം. കഥകൾ ഒരിക്കലും മരിക്കില്ല. മുത്തശ്ശിയും ഒരിക്കലും മരിക്കില്ല. ഞാൻ കൃഷ്ണനോടും ദേവിയോടും അപേക്ഷിച്ചിട്ടുണ്ട്. ജനനവും മരണവും പ്രകൃതിയുടെ കളികളാ. ഒന്ന് തരും, മറ്റേത് തിരിച്ചെടുക്കും. ചിന്തിച്ചാ ഒന്നുമില്ല. മുത്തശ്ശി ഇനിയും എത്രയോ കാലം ജീവിക്കും ഞങ്ങളുടെ ബലമായി. കുട്ടി, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ ജരാനര കയറിയ എനിക്കറിയാം അത് അത്യാഗ്രഹമാണെന്ന്. വിഷമിപ്പിക്കുന്ന ഒന്നും പറയാതെ അമ്മേ, ഞങ്ങൾക്കത് സഹിക്കാനാവില്ല. എത്ര വലിയ കോട്ട കെട്ടിയാലും പൂട്ടിയെടുത്താലും പ്രാണം പോവാൻ ഒരു ചെറിയ സുഷിര മതി. സുഷിരം അടയ്ക്കാനല്ലേ മരുന്നും മന്ത്രമൊക്കെ. പോയി കിടന്നോളൂ. മച്ചമ്പി അകത്തുകൊണ്ട് കിടത്തിയാട്ടെ. സമയാവുമ്പോ മരുന്നും മന്ത്രവും ഒക്കെ നിഷ്ഫലമാവൂലേ കൃഷ്ണ? മുത്തശ്ശി, നാളെ പരീക്ഷത്തിന്റെ കഥ പറയണം. ഒരിക്കൽ കൂടി കേൾക്കണം. മധുരഫലത്തിനുള്ളിൽ കൃമി പോലെ കാലം ഒളിച്ചു വന്നില്ലെങ്കിൽ പറഞ്ഞു തരാമെന്നാണോ? ഗുളികൻ നിൽക്കുന്ന സമയത്ത് അശുഭം ഒന്നും പറയരുതമ്മേ. കൊണ്ടുപോയി കിടത്തിന്. അടുത്ത മാസം മുത്തശ്ശിയുടെ പിറന്നാള്. കെങ്കേമമായി നമുക്ക് ആഘോഷിക്കണത്. ആഘോഷിച്ചോളൂ, അതിന് നിങ്ങളൊക്കെ മതിയല്ലോ. ആ വടിയും എടുത്തേക്കുള്ളൂ. ഓ ഇതാ